നമസ്കാരം. ശ്രീമദ് ഭാഗവതം മൂലം പ്രഭാഷണം ഭാഗം 53 ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീമദ് ഭാഗവത മാഹാത്മ്യം അധ്യായം 6 90-ാമത്തെ ശ്ലോകമാണ് പറയേണ്ടത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ 89-ാമത്തെ ശ്ലോകം പറഞ്ഞല്ലോ. പ്രഹ്ലാദസ്ഥാളധാരി തരളഗതിതയാ ച ഉദ്ധവ കാംസ്യധാരി വീണാധാരി സുരർഷി സ്വരകൃശലതയാ രാഗകർത്ത അർജുനോ അഭൂത് ഇന്ദ്രോ അവാദീൻ മൃദംഗം ജയ ജയ സുഗരാ കീർത്തനേ തേ കുമാരാ യത്രാഗ്രേ ഭാവവക്താരസവിരചനയാ വ്യാസപുത്രോ ബഭൂവ എന്ന് അതിമനോഹരമായിട്ടുള്ളൊരു ശ്ലോകത്തിൻ്റെ അർത്ഥം പറയുണ്ടായി. ഇനി നമ്മൾക്ക് 90 മുതൽക്ക് തുടങ്ങാം. 90-ാമത്തെ ശ്ലോകം. നനർത്ഥമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദികാനാം നടവത്സു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരി പ്രസന്നോ അഭിവചോ അബ്രവീത്തത്. നനർത്ഥമധ്യേ ത്രികമേവ തത്ര ഭക്ത്യാദികാനാം നടവത്സു തേജസാം അലൗകികം കീർത്തനമേതദീക്ഷ്യ ഹരി പ്രസന്നോ അഭിവചോ അബ്രവീത് തത്. അത്യന്തം ശോഭയോടുകൂടിയ ഭക്തി, ജ്ഞാനം, വൈരാഗ്യം എന്ന 3 പേരും ദിവ്യരൂപധരന്മായിട്ട് ആ സദസ്സിൽ നടന്മാരെന്ന പോലെ നടനം ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നടനം ചെയ്യാൻ വൈദഗ്ധ്യമുള്ളവരായിരുന്നു അവരെന്നർത്ഥം. അങ്ങനെ പറയണം. അത് നാട്യശാസ്ത്രപ്രകാരം അതിമനോഹരമായിട്ട് നൃത്തം ചെയ്തു. ആരെ? ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ. അപ്പോൾ ഈ ഭക്തിക്ക് തന്നെ എന്തുണ്ട്? അത്യന്തം ശോഭയുണ്ട്. ആ ശോഭ ആരുടെയാ? ഭഗവാന്റെ ശോഭയാണ്. ഭഗവാന്റെ രൂപം എന്താ? ശോഭയാണ്. അയലോക്കത്തെ ശോഭ അല്ലാട്ടുവോ? ശോഭ, തേജോ പുഞ്ചം, ഓജസ് നഷ്ടം വന്നാൽ തേജസ് ഉണ്ടാവില്ല. ശ്രദ്ധിക്കണം. കഴിക്കുന്ന ആഹാരത്തിൽ നിന്ന് രേതസ് ഉണ്ടാവുന്നു. രേതസ്സിൽ നിന്ന് മജ്ജ ഉണ്ടാവണം. മജ്ജയിൽ നിന്നാണ് ശുക്ലം ഉണ്ടാവുന്നത്. ശുക്ലത്തിൽ നിന്നാണ് സന്താനങ്ങൾ ഉണ്ടാവുന്നത്. പക്ഷേ ആ ശുക്ലത്തിനെ വേണ്ട മാതിരി പരിരക്ഷിച്ച് വന്നാൽ തേജസ്സായി. ഓജസ്. ആ ഓജസ്സിനെ വീര്യമാക്കിയാൽ നിർവീര്യമല്ല, അതിനെ എന്താണെന്ന് പറയാം, സൂക്ഷിച്ചാൽ തേജസ്സായി. ആ തേജസ്സിനെയാണ് AUR ഓറ എന്ന് പറയും. മഹാന്മാരുടെ തലയ്ക്ക് പിന്നിൽ ഒരു ബൾബിട്ട കൂട്ടത്തിൽ തോന്നും. ഞാനത് മരത്തിൻ്റെ ആക്കിയെന്ന് മാത്രം. കിടക്കട്ടെ, എന്തോ ആവട്ടെ. അപ്പം ഈ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ മുഖത്ത് ഈ ശോഭ ഉണ്ടാവണമെങ്കിൽ എവിടെ ഉണ്ടാവണം? ഹൃദയത്തിൽ ശോഭ ഉണ്ടാവണം. അപ്പോൾ ഹൃദയത്തിലുള്ള പരിപാവനമായ ബ്രഹ്മത്തിൻ്റെ റിഫ്ലക്ഷനാണ് നമ്മുടെ മുഖത്ത് ശോഭയായിട്ട് വരിക. ഭക്തി ഇല്ലെങ്കിലോ ഒന്നും ഉണ്ടാവില്ല. എത്ര വലിയ സുന്ദരനാണെങ്കിലും സുന്ദരിയാണെങ്കിലും ശരി. അപ്പോൾ ആ സദസ്സിൽ നടന്മാരെന്ന പോലെ നടനം ചെയ്തു. ദിവ്യമായ ഈ കീർത്തന നർത്തനാദികളെ കണ്ടിട്ട് പ്രസന്നനായ ശ്രീഹരി ഇപ്രകാരമുള്ള വചസ്സിനെ പറഞ്ഞു. അപ്പോൾ ഭക്തി അറ്റ് ഇറ്റ്സ് പീക്ക്, സംശുദ്ധമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ സംസാരിക്കും നമ്മുടെ അടുത്ത്. ഭഗവാനെ കണ്ടോളണമെന്നില്ല. ഭഗവാന്റെ
ശബ്ദം നമ്മളിൽ മുഴങ്ങും. അതാണ് നമ്മുടെ മനസാക്ഷി മുഴക്കും. ഡോണ്ട് ഡു ദാറ്റ്, പ്ലീസ് ഡു ദിസ്, പ്ലീസ് ഡു ദിസ്, ഡോണ്ട് ഡു ദാറ്റ്. അങ്ങനെയുള്ള കമാൻഡ്സ് നമുക്ക് കിട്ടും. മത്തോവരം ഭഗവതാ വൃണുദ്വം പ്രീതകഥാ കീർത്തനതോ അസ്മി സാമ്പ്രതം ശ്രുത്വതി തദ്വാക്യമതി പ്രസന്ന പ്രേമാധ്രജിത്താ ഹരിമൂജിരേതേ. അവരോട് പറഞ്ഞു. എന്താ പറഞ്ഞതെന്നൊക്കെ ഇപ്പോൾ പറയും ഇവിടെ. മത്തോ വരം ഭാഗവതാ വൃണുദ്ധം പ്രീത കഥാകീർത്തനതോ അസ്മി സാമ്പ്രതം ശ്രുത്വേതി തദ്വാക്യമതി പ്രസന്നാ പ്രേമാധ്രജിത്താ ഹരിമൂജിരേതേ. മഹാഭഗവത് ഭക്തന്മാരെ, ഈ സല്യൂട്ടേഷൻ ആരിൽ നിന്നാണ്? ഭഗവാനിൽ നിന്നാണ്. ഭഗവാൻ സംസാരിക്കും. ഭഗവാൻ പറയണു, ഹേ ഭഗവത് ഭക്തന്മാരെ, എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്ന വരം പ്രാർത്ഥിച്ചുകൊള്ളുവിൻ. നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി, ഐ വിൽ എക്സിക്യൂട്ട് ഇറ്റ്. ഭഗവാൻ പറയണു, സംശുദ്ധമായ ഭക്തിക്ക് ഉടമയായാൽ, ഭക്തിജ്ഞാന വൈരാഗ്യങ്ങൾ വ്യക്തികളിൽ പുഷ്ടിപ്പെട്ടാൽ ഭഗവാൻ വരം തരും. നിങ്ങൾ മനസ്സിൽ എനിക്ക് ഇന്നത് വേണമെന്ന് വിചാരിച്ചാൽ മതി, അത് വരും. നോക്കൂ, ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഞാൻ SSLCയിൽ 2 സബ്ജക്റ്റിൽ തോറ്റ സബ്ജക്റ്റ് എഴുതി. ഈശ്വരാനുഗ്രഹം കൊണ്ട് മാത്രം എനിക്ക് നല്ലൊരു സെൻട്രൽ ഗവൺമെൻറ് ജോലി കിട്ടി. നല്ല പെൻഷനറാണ് ഞാൻ. പക്ഷേ എൻ്റെ 2 കുട്ടികളെ IIT സിസ്റ്റത്തിൽ ഡോക്ടർ ഓഫ് ഫിലോസഫി പഠിപ്പിക്കാൻ എനിക്ക് 10 പൈസ ചിലവായിട്ടില്ല. വൈ? ഈശ്വര മഹിമ. എന്നാൽ ഞാൻ പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ചായപ്പൊടി കച്ചവടം ചെയ്തിട്ടും തുണി കച്ചവടം ചെയ്തിട്ടും കുറി നടത്തിയിട്ടും ഒരു 14 വർഷം ഫ്രീലാൻസ് എയർ ടിക്കറ്റ് ബിസിനസ് നടത്തിയിട്ടും അങ്ങേയറ്റം അതിദാരുണമായ രീതിയിൽ. പക്ഷേ ഞാൻ എൻ്റെ ടെമ്പോ ലൂസ് ചെയ്തിട്ടില്ല. വൈ? എനിക്കറിയാം ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ പ്രാപ്യസ്ഥാനം ഭാഗവതം അതിലെത്തും. അപ്പോൾ ഭാഗവതാണ് എന്നെ സഹായിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നിങ്ങളെ പലവരല്ല 99.99% ആൾക്കാരെ ഞാൻ കണ്ടിട്ടില്ല. ഒരാളോ രണ്ടാളോട്ടെ ടെലിഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് തുളസീദളത്തിനെ പറ്റിയിട്ടോ പറഞ്ഞത്. മറ്റുള്ളവർ എൻ്റെ പഴയ ആൾക്കാർ ഇത് കേൾക്കുന്നത്, അത് വേറെ കാര്യം. അപ്പോൾ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, നമ്മുടെ മനസ്സിൽ എന്താ ആഗ്രഹിക്കണോ അത് വരും. പക്ഷേ എന്താ ആഗ്രഹിക്കാവൂ? അർഹമായിട്ടുള്ളത്. അതായത് ഞാൻ ഇതിന് അനുഭവിക്കാൻ ഭാഗവാക്കാണ് എന്നുള്ളൊരു ധൈര്യം വരുമ്പോൾ മാത്രമേ നമ്മളത് പറയാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ നിങ്ങൾ ചെയ്ത കഥാകീർത്തനം നിമിത്തം ഞാനിപ്പോൾ സന്തുഷ്ടനായിരിക്കുന്നു. ഇപ്രകാരം ശ്രീഹരി പറഞ്ഞതിനെ കേട്ടിട്ട് പരമസന്തുഷ്ടന്മാരായ പ്രഹ്ലാദികൾ, അതായത് പ്രഹ്ലാദൻ, ഉദ്ധവരെ മുതലായിട്ടുള്ള ആൾക്കാരുണ്ടെന്ന് പറഞ്ഞല്ലോ, അവർ പറഞ്ഞു, നഗാഹഗാധാസുജ സർവഭക്തേരേഭിസ്ത്വയാ ഭാവ്യമതി പ്രയത്നാത് മനോരഥോ അയം പരിപൂരണീയസ്ഥേതി ച ഉക്ത്വാ അന്ധരധീയതച്യുതാ. ഹേ അച്യുത, അവിടെ നിൽക്കട്ടെ, ഒന്നുകൂടി പറയാം. നാഗാഹഗാധാസു ച സർവഭക്തൈരേഭിസ്ത്വയാ ഭാവ്യമതിപ്രയത്നാത്. അതിപ്രയത്നാത്, അതാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. ഈ ശ്ലോകം പറഞ്ഞതിൻ്റെ മുമ്പേ എന്നെപ്പറ്റി പറഞ്ഞില്ലേ, അതിപ്രയത്നാത്. പ്രയത്നം ചെയ്യണം. പ്രയത്നം ചെയ്താൽ തന്നെ മാറ്റിക്കോളൂ. അപ്പം എന്താ ഉണ്ടാവുക? യത്നം. അതിന് എന്തുണ്ട്? ഫലമുണ്ട്. പ്രയത്നം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അവരെ പ്രീതിപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങൾ. എന്ത് കച്ചവടം ചെയ്താലും അതിലൊരു ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. അപ്പോൾ ഭാവ്യം അതിപ്രയത്നാത്, അത് മറക്കരുത്. അത് അവിടെ അണ്ടർലൈൻ ചെയ്യണം പുസ്തകമുള്ളവർ. പ്രയത്നമില്ലാണ്ട് ഈശ്വരകാരനില്ല. അതിപ്രയത്നാത് മനോരഥോ അയം. എൻ്റെ മനോരഥം എന്ത് ചെയ്യും? പരിപൂർണമാവും. സ്ഥേതി ച ഉക്ത്വാന്ധരധീയതച്യുതാം
സപ്താഹകഥാശ്രവണത്തിൽ തൽപരന്മാരായ ഈ എല്ലാ ഭക്തന്മാരോടും നിന്തുരുവടി ചേർന്ന് വസിക്കണം. അതായത് പ്രഹ്ലാദൻ ഭക്തശിരോമണിയാണ്. അപ്പോൾ പ്രഹ്ലാദാദികൾ എക്സെട്ര എല്ലാവരും കൂടി ഐക്യകണ്ഠേന ഭഗവാനോട് പറയാണ്, അങ്ങ് എന്ത് ചെയ്യണം? സപ്താഹശ്രവണത്തിൽ തൽപരന്മാരായ ഈ എല്ലാ ഭക്തന്മാരോടും നിന്തിരുവിടി ചേർന്ന് വസിക്കണം. അതുകൊണ്ടാണ് ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ. ഞങ്ങളുടെ ഈ മനോരഥത്തെ സഫലമാക്കണം, ഞങ്ങളുടെ ഈ എളിയ ആഗ്രഹം അങ്ങ് സാധിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരമാവട്ടെ. തഥാസ്തു തഥാസ്തു തഥാസ്തു. ഈ തഥാസ്തനെ പറ്റിയിട്ട് ഞാൻ നിങ്ങളോട് പല ആദ്യത്തെ എപ്പിസോഡുകൾ നന്നായി പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഉച്ചിയിൽ സൂക്ഷ്മമായിട്ട്, നോട്ട് സ്ഥൂലം, കാണാൻ പറ്റില്ല, തൊട്ട് നോക്കാൻ പറ്റില്ല, സൂക്ഷ്മമായിട്ട് ഒരു ഋഷി താമസിക്കുന്നുണ്ട്. അദ്ദേഹമാണ് തഥാധൻ. അപ്പം ഞാനും നിങ്ങളും എന്താഗ്രഹിച്ചു അപ്പം തന്നെ പറയും തഥാസ്തു. നമ്മളിത് എക്സിക്യൂട്ട് ചെയ്തോളണമെന്നില്ല. അപ്പോൾ ഞാനും നിങ്ങളും മറ്റൊരാളേനെ കുറ്റം പറഞ്ഞാൽ തഥാസ്തു എന്ന് പറഞ്ഞാൽ അത് നമുക്കുള്ളതാണ്. എനിക്ക് ഒരേ ഒരു അഭിപ്രായ വ്യത്യാസം എന്തേ ഉള്ളൂ, കർമ്മം കൊണ്ടാണ് നമ്മൾ നന്നാവണത് എന്ന് ഓരോരുത്തരും അച്ഛനമ്മമാർ പഠിച്ചു കഴിഞ്ഞാൽ ആ മക്കളോട്, അവരുടെ മക്കളോട് അവർ അത് പറഞ്ഞു കഴിഞ്ഞാൽ മതി, അവർ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ സമൂഹത്തിലെ ഒരു ഡോക്ടറിൻ, ഒരു ഉപദേശ സമിതി ഉണ്ടാവണം, സ്കൂള്, കോളേജ്. നിങ്ങൾ പഠിക്കാതെ കണ്ട് നിങ്ങൾക്ക് മാർക്ക് തരില്ല എന്ന് പറഞ്ഞാൽ കക്ഷി രാഷ്ട്രീയമൊന്നും പാടില്ല. പഠിക്കൂ, നിങ്ങളുടെ എത്തിക്സ് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും. ആൻസർ പേപ്പറിൽ ഉള്ളതിനനുസരിച്ച് മാർക്ക് കിട്ടും എന്നൊരു കാര്യം പറഞ്ഞാൽ മതി, എല്ലാവരും രക്ഷപ്പെട്ടു. ഈ ഡ്രൈവിങ്ങിലും അതെ. ഡ്രൈവിംഗ് കള്ളത്തരത്തിൽ ലൈസൻസ് കിട്ടിയാൽ തൻ്റെയും താൻ മുഖാന്തരം മറ്റുള്ളവർക്കും ജീവഹാനി സംഭവിക്കും എന്ന് നമ്മൾ ബോധിച്ചാൽ പിന്നെ പ്രീതി, നമ്മൾ മമതയായില്ലേ? അപ്പോൾ അത് മൈനസ് മാർക്കല്ലേ? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ പറഞ്ഞു ഞങ്ങളുടെ ഈ മനോരഥത്തെ സഫലമാക്കണം എന്ന് പറഞ്ഞപ്പോൾ അപ്രകാരമാകട്ടെ എന്ന് പറഞ്ഞും കൊണ്ട് ഭഗവാൻ പറഞ്ഞു. എന്താ ഭഗവാൻ പറഞ്ഞത്? തതോ അനമത്തചരണേഷു നാരദസ്തഥാശുഗാദീനബിതാപസാംശം അത പ്രഹൃഷ്ട പരിനഷ്ടമോഹ സർവേയുപീതകഥാമൃതാസ്തേ. അങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞു. തതോ അനമത്തച്ചരണേഷു നാരദസ്തഥാശുഗാ ശുഗാദീനബിതാപസാംശം അധ പ്രഹൃഷ്ട പരിനഷ്ടമോഹ സർവേയുപീതകഥാമൃതാസ്തേ. അനന്തരം നാരദൻ അവരുടെ പാദങ്ങൾ നമസ്കരിച്ചു. ആരുടെ? ഈ പറയുന്ന ആൾക്കാരുടെ, ഭഗവാന്റെയും പരമശിവൻ്റെയും ബ്രഹ്മാവിൻ്റെ ഒക്കെ. അപ്രകാരം ശുഗാദികളായ താപസന്മാരെയും വന്ദിച്ചു. ശുഗബ്രഹ്മ മഹർഷി, വ്യാസ മഹർഷി, പരാശര മഹർഷിയൊക്കെ ഉണ്ട് അവിടെ. അവരുടെ ഒന്നും പേരിവിടെ പറഞ്ഞിട്ടില്ല, അവരൊക്കെ ഉണ്ട്. അത് കാലോചിതമായിട്ട് പഠിക്കുമ്പോഴേ നമുക്കറിയുള്ളൂ. താപസന്മാരെയും വന്ദിച്ചു. പിന്നെ അമൃതതുല്യമായ ഭാഗവത കഥയെ പാനം ചെയ്ത്, അമൃതതുല്യമായ ഭാഗവത കഥ, ഭാഗവത കഥയെ പാനം ചെയ്ത്, ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് അവിടെ. അപ്പോൾ എന്തായി? അപ്പോൾ അവരെല്ലാവരും അജ്ഞാനം നശിച്ചതിനാൽ, അജ്ഞാനം നശിക്കണമെങ്കിൽ എന്ത് വേണം? ജ്ഞാനം ഉദയം ചെയ്യണം. അപ്പോൾ ജ്ഞാനം ഉദയം ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? തത്വശാസ്ത്രങ്ങൾ പറയണം. തത്വശാസ്ത്രങ്ങളിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യണം. തത്വശാസ്ത്രങ്ങൾ നമ്മൾ പഠിക്കണം. അല്ലാണ്ട് വെറുതെ സുഖിപ്പിച്ചും കൊണ്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞാൽ പറ്റുമോ? പ്രയത്നം ചെയ്യാതെ കണ്ട് എല്ലാം ശരിയാവും എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ് പോയിട്ട് എന്താ കാര്യം? എനിക്കും സംതൃപ്തി ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു കാര്യം വിജയിക്കില്ല. അപ്പോൾ എൻ്റെ സംതൃപ്തിയേക്കാൾ എനിക്ക് വലുത് നിങ്ങളുടെ സംതൃപ്തി എന്ന് പറഞ്ഞാൽ ഒഴുക്കം മട്ടിലുള്ളതല്ല, പ്രയത്നം ചെയ്ത് നിങ്ങൾ കരകയറുക, അതാണ് സംതൃപ്തി.
അതുകൊണ്ടാണ് പറഞ്ഞത്, അമൃതതുല്യമായ ഭാഗവത കഥയെ പാനം ചെയ്ത് അവരെല്ലാവരും അജ്ഞാനം നശിച്ചതിനാൽ ആനന്ദയുക്തമായ അവിടെ സുഖം എന്നുള്ളത് പറഞ്ഞില്ല, ആനന്ദയുക്തമായ അന്തരംഗത്തോടുകൂടി, ആ അന്തരംഗം ശ്രദ്ധിക്കണം. മുഖം എന്താണ് പറയുക, പ്ലാസ്റ്റർ സർജറി അല്ലേ, അങ്ങനെയൊന്നുണ്ടല്ലോ, പ്ലാസ്റ്റിക് സർജറി നടത്തി വികൃതമാണെങ്കിലും അന്തരംഗം നന്നായാൽ നമ്മൾ രക്ഷപ്പെട്ടു. നേരെ മറിച്ച് നമ്മൾ സുകുമാരിയാണ്, കാണാൻ നമ്പർ 1, അന്തരംഗം ക്ലാഷാണ് അനുഭവിക്കുന്നത് വെച്ചാൽ മുഖത്ത് എന്താ ഉണ്ടാവുക, ആ ക്ലാഷ് കാർമേഘങ്ങളുണ്ടാവുക. അപ്പോൾ എത്ര പുട്ടിയിട്ടിട്ടും യാതൊരു കാര്യമില്ല. പുട്ടി എന്നുള്ള വാക്ക് ശരിയാണോ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അന്തരംഗശുദ്ധി വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടന്നു. കാരണം അന്തരംഗത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നത്. ബാലാഗ്ര ശതവാഗസ വിസ്തരസ ഏകോ ജീവ. അപ്പോൾ അന്തരംഗം നന്നായാൽ മുഖപ്രസാദമായി. അപ്പോൾ അവിടെ നിന്ന് പോകുകയും ചെയ്തു ഭഗവാൻ. ആ 2 ശ്ലോകം നമ്മൾ മനസ്സിലാക്കണം. ഏത്? ഭഗവാൻ പറഞ്ഞു, സംശുദ്ധമായ മനസ്സോടുകൂടി ഭാഗവതം പഠിച്ചാൽ ഭഗവാൻ പ്രസാദിക്കും. അപ്പം ഇനി 94-ാമത്തെ ശ്ലോകം. ഭക്തിസുതാഭ്യാം സഹരക്ഷിതാസ ശാസ്ത്രേ സ്വകീയേ അഭിദദാശുകേന അതോ ഹരിർഭാഗവതസ്യ സേവനാ ചിത്തം സമായാദിഹി വൈഷ്ണവാനാം. ഭക്തിസുതാഭ്യാം സഹരക്ഷിതാസ ശാസ്ത്രേ സ്വകീയേ അഭിദദാശുകേന അതോ ഹരിർഭാഗവതസ്യ സേവനാ ചിത്തം സമായാദിഹി വൈഷ്ണവാനാം. ശ്രീ ശുഗമുനി സ്വകീയ ശാസ്ത്രമായ, അതും അപ്പോഴും പറഞ്ഞു ഇത് ശാസ്ത്രമാണ്. ഇപ്പോൾ MBBS പഠിക്കുന്ന കുട്ടി സയൻസ് പഠിച്ചില്ലെങ്കിൽ MBBS ആവുമോ? എൻജിനീയറിങ് പഠിക്കുന്ന കുട്ടി അതിൻ്റെ ശാസ്ത്രീയ വശങ്ങൾ പഠിക്കാതെ കൊണ്ട് എൻജിനീയർ ആവില്ല. അപ്പോൾ ഭാഗവതം പഠിച്ചാൽ എല്ലാം പഠിച്ച പോലെ, എല്ലാ ശാസ്ത്രങ്ങളും പഠിച്ച പോലെ. അതുകൊണ്ടാണ് സ്വകീയ, സ്വന്തം ശാസ്ത്രം എന്നാ സ്വകീയ. ഞാൻ പഠിച്ച രീതി ആരാ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്? ഇവിടെ സുഖബ്രഹ്മർഷിയനായി വ്യാസമഹർഷി അല്ലേ. അപ്പോൾ സ്വകീയ ശാസ്ത്രമായ ശ്രീമദ് ഭാഗവതത്തിൽ ജ്ഞാനവൈരാഗ്യസഹിതയായ ഭക്തി എന്നുള്ള അമ്മയ്ക്ക് 2 മക്കളാണ്. ആര്? ജ്ഞാനവും വൈരാഗ്യവും നിർബന്ധമായി ഇരുത്തി സംരക്ഷിച്ചു. ഭക്തിയെ നിർബാധമായി ഒരു ബാധയില്ലാതെ കൊണ്ട് ഇരുത്തി സംരക്ഷിക്കുക. നമ്മൾ വി ആർ ബൗണ്ട് ടു ഡു ദിസ്. എന്ത്? ഭക്തിയെ സംരക്ഷിക്കുക. എന്നിലുള്ള ഭക്തിയെ, എനിക്ക് നിങ്ങളുടെ ഭക്തിയെ നേരാക്കാൻ പറ്റില്ല. അത് ഞാൻ ഈ ഭാഗവതം പറയുന്ന രീതിയിൽ നിങ്ങൾ ഉദ്യമിച്ചാൽ നിങ്ങൾക്ക് നടക്കും. ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ എങ്ങനെ നീണ്ടു തോർന്ന് എന്നെ നമസ്കരിച്ചിട്ടും കാര്യമില്ല. നിങ്ങളുടെ ഉള്ളിലുള്ള ചൈതന്യത്തിനെ നിങ്ങൾ ഉണർത്തി സ്വാത്വികമാക്കി എന്താ പറയുക, സത്കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, സത്തായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യൂ, പ്രീതിജനകമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യൂ എന്ന് നിങ്ങളെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ രക്ഷപ്പെട്ടു. അതിനൊരു ഇൻ്റർമീഡിയറി വേണ്ട. അതിനൊക്കെയുള്ള വഴിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഞാനല്ല, ഭാഗവതം പറഞ്ഞു തരുന്നത്. അപ്പോൾ വിഷ്ണു ഭക്തന്മാരുടെ ഹൃദയത്തിൽ നിന്ന് വിട്ടുപിരിയാതെ ശ്രീഹരി വസിക്കും. ശ്രീഹരി എല്ലാവരിലും ഉണ്ട്. പക്ഷേ വിട്ടുപിരിയാതെ കണ്ട് എൻ്റെ ഉള്ളിൽ ഇപ്പോൾ നോക്കൂ, ഗുരുവായൂരപ്പനെ വിചാരിച്ച് ഇന്ന് വ്യാഴാഴ്ച ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് എഴുതി കാശുണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് കാര്യമായോ? ഭഗവാൻ എങ്ങനെയാണ് നമ്മളെ വിട്ടുപിരിയാതെ കണ്ടിരിക്കുക? നമ്മുടെ മനസ്സിൽ അതിന് ഇടം കൊടുക്കണം. മനസ്സിൽ ആപൽ തോട്ട്സ് ഉണ്ടെങ്കിൽ, അപകടകരമായ തോട്ട്സ് നമ്മളെ ഭരിക്കുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് ഈശ്വരീയത ഇരിക്കുക? അപ്പം നമ്മളൊരു ക്ലീനിങ് പ്രയത്നം ചെയ്യണം, മനസ്സിനെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ ശ്രീഹരി നമ്മുടെ അടുത്ത് വിട്ടുപിരിയാണ്ട് വസിക്കുന്നതായി. ഇനി 95
ദാരിദ്ര്യദുഃഖജ്വരദാഹിതാനാം മായാപിശാചീ പരിമർദ്ദിതാനാം സംസാരസിന്ധു പരിപാതിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. ഭാഗവതം ഗർജിക്കണമെന്നാണ് പറഞ്ഞത്. ഭാഗവതത്തിനും രൂപമെടുക്കാൻ പറ്റും നമ്മൾ വിചാരിച്ചാൽ. എന്നെ നയിക്കുന്നത് ഭാഗവത സ്വരൂപനാണ് എന്ന് എനിക്ക് പറയാം. ഭാഗവതമാകുന്ന സ്വരൂപം എൻ്റെ ഒപ്പമുണ്ട് എന്ന് എനിക്ക് പറയാം, നിങ്ങൾക്കും പറയാം. അപ്പോൾ ദാരിദ്ര്യ ദുഃഖ ജ്വരദാഹിതാനാം മായാപിശാചീ പരിമർദ്ദിതാനാം സംസാര സിന്ധു പരിപാതിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. നിർധനത, ഏത് ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ പല അർത്ഥമുണ്ട്. ധാന്യങ്ങളില്ലാത്ത അവസ്ഥ, ധനമില്ലാത്ത അവസ്ഥ, ആരോഗ്യമില്ലാത്ത അവസ്ഥ, ഇതൊക്കെ ദാരിദ്ര്യത്തിൽ വിടും. അപ്പോൾ നിർധനത, ധനമില്ലാത്ത അവസ്ഥ, രോഗബാധാദികൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖം, ജ്വരം എന്നിവയാൽ ദഹിപ്പിക്കപ്പെടുന്നവരുടെയും, നമ്മൾക്ക് ഇതൊക്കെ ഉണ്ടാവും ഇല്ലേ, അസുഖങ്ങൾ വരാം, ദാരിദ്ര്യം ഉണ്ടാവാം. അപ്പോഴൊന്നും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. കാരണം എന്താ, ഇതൊക്കെ തീരും. പ്രയത്നം ചെയ്യണം. പ്രയത്നം എന്താ ചെയ്യേണ്ടത്? നല്ല ഊർജ്ജസ്വലതയോടുകൂടി കർമ്മം ചെയ്യാൻ സാധിക്കണം. ആ കർമ്മം നിഷ്കാമമായിരിക്കണം. അപ്പോഴാണ് ഫലം ഉണ്ടാവുക. ഭഗവാൻ എന്തിനാണ് നമ്മുടെ ഫലം? ഭഗവാൻ നമ്മളെ പ്രയത്നശീലരാക്കാൻ വേണ്ടി പറയണു നിഷ്കാമകർമ്മം ചെയ്യൂ. ഒന്നും തരാതെ കൊണ്ട് ഞാനെങ്ങനെ ജോലി ചെയ്യാതെ ചോദിച്ചാൽ ബുദ്ധിമുട്ടി. നമ്മളാക്കി അച്ഛനമ്മമാർ നമ്മൾ പണം കൊടുത്താലേ നമ്മളെ നോക്കുള്ളൂ എന്നൊരവസ്ഥ വന്നിട്ടില്ലല്ലോ. എങ്ങനെയൊക്കെയോ അവർ ബുദ്ധിമുട്ടി നമ്മളേനൊക്കെ പരിപാലിച്ചിട്ടില്ലേ. അതേപോലെ വിചാരിച്ചാൽ മതി. അതിനേക്കാൾ വേറെ ഒരു ഉദാഹരണമില്ല. അമ്മയും അച്ഛനും നമ്മളെ നടത്തി സ്കൂളിലേക്ക് കൊണ്ടുപോയി ഇത്രയ്ക്ക് ആക്കി തന്നില്ലേ. അതുകൊണ്ടാണ് നിർധനത, രോഗബാധാദികൾ നിമിത്തമുണ്ടാകുന്ന ദുഃഖം, ജ്വരം എന്നിവയാൽ ദഹിപ്പിക്കപ്പെടുന്നവരുടെയും മായയാകുന്ന പിശാചിയാൽ, പിശാച് എന്ന് പറഞ്ഞൊന്നുമില്ല, മായേനെയാണ് പറഞ്ഞത്. നാരായണ 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 എന്ന് മുഴക്കുന്ന ഒരാൾക്ക് പിശാച് വരില്ല, പ്രേതബാധയില്ല. ഒരു ഉദാഹരണം പറയാം. രാമായണത്തിലെ ഹനുമാൻ ദൂതായിട്ട് പോയി സീതാദേവിനെ കണ്ടുവരുന്നതിൻ്റെ മുമ്പേ ഇവനെ വെച്ചുകൊണ്ടിരിക്കാൻ പാടില്ല, ഇവനെ നശിപ്പിക്കണം എന്നൊരു പ്രസ്താവന രാവണൻ ഇറക്കി. അപ്പോൾ വിഭീഷണൻ പറഞ്ഞു അത് പറ്റില്ല, ദൂതരെ കൊല്ലാൻ പാടില്ല. വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാം, എന്തെങ്കിലും അംഗഭംഗങ്ങൾ ഉണ്ടാക്കുക, അപ്പോൾ അത് ഓർമ്മയുണ്ടാവും. അപ്പോൾ അതെ, വാലുമ്പിൽ തുണി ചുറ്റി എണ്ണയിൽ മുക്കി തീ കൊളുത്തി. അപ്പം ലങ്കാദഹനം, ലങ്ക മുഴുവൻ ചുട്ടുപൊഴിപ്പിച്ചു. പക്ഷേ ഏതോ ഒരു പ്രത്യേക ഭവനത്തിൽ നിന്ന്, അരമനയിൽ നിന്ന് നാരായണ ശബ്ദം മുഴങ്ങി. പിന്നെ മനസ്സിലാക്കി അത് ഈ ലങ്കയിൽ വിഭീഷണൻ മാത്രമേ ചെയ്യൂ. കാരണം വിഭീഷണനാണ് കൊല്ലരുതെന്ന് പറഞ്ഞത്. അപ്പോൾ ജീവജാലങ്ങളിൽ പ്രീതി ഉണ്ടായത് ആണ് രക്ഷയായത്. ഇത് അറിയാണ്ട് നമ്മൾ രാമായണം 10 മണിക്കൂറിൽ വായിച്ചിട്ട് എന്താ കാര്യം? അത് വായിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ പ്രവർത്തിക്കണ്ടേ? കോഴിയെ കൊല്ലുമ്പോഴും ആടിനെ കൊല്ലുമ്പോഴും നമ്മൾ ഈ ലങ്കാദഹനം നമ്മൾ ആലോചിച്ചാൽ മതി. അതിനുള്ള ശുഷ്കാന്തി നമ്മൾക്ക് ഇല്ലാതെ കൊണ്ട് പോയത് അപകടമായി. അതാണ് പ്രശ്നം ഉണ്ടായത്. ശുഷ്കാന്തി അവരവർക്കാണ് വേണ്ടത്. ഞാൻ എന്ത് തിന്നണം, ഞാൻ എന്ത് തിന്നാൻ പാടില്ല. അപ്പോൾ ഇവിടെ എന്താ ഈ ദാരിദ്ര്യ ദുഃഖ ജ്വര അത് ശ്ലോകം പറഞ്ഞല്ലോ അല്ലേ. അപ്പം മായയാകുന്ന പിശാചിയാൽ 4 ഭാഗത്തു നിന്നും പീഡിക്കപ്പെടുന്നവരുടെയും,
ഈ 5 കള്ളിയിലും മുട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? 4 ഭാഗത്തു നിന്നും മായ നമ്മളെ പിന്നെ മോഹത്തിൽ പെടുത്തുക, അതിമോഹത്തിൽ പെടുത്തുക. അപ്പോൾ മായയാകുന്ന പിശാചിയാൽ 4 ഭാഗത്തു നിന്നും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ജന്മജരാമരണാദി രൂപത്തോട്, ജനിച്ചാൽ ജര ബാധിക്കുന്നുള്ളത് ഉറപ്പാണ്. അതിന് നമ്മൾ എത്ര കാശ് ചിലവാക്കിയിട്ടും കാര്യമില്ല. ഒരു പ്രത്യേക കാലം കഴിഞ്ഞാൽ ജര ബാധിക്കും. അപ്പോൾ ഇനി ഭാഗവതത്തിൽ ഇല്ലാത്തൊരു ഉദാഹരണം പറയാം. പ്രത്യേകിച്ച് 75% സ്ത്രീകളും ഈ മാനപ്പോസ് മന്ത്ലി പീരീഡ് നിൽക്കാറാവുമ്പോൾ ഒരു വിഭ്രാന്തി ഉണ്ടാവും. ആ വിഭ്രാന്തിനെ മറികടക്കണമെന്നുണ്ടെങ്കിൽ സത്യമായ അവസ്ഥയെ നമ്മൾക്ക് മാനിക്കാൻ സാധിക്കണം. എൻ്റെ മുൻ തലമുറയിലുള്ള എൻ്റെ മുന്നേ വന്ന സ്ത്രീകൾക്കൊക്കെ ഈ ഒരു ജര ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കും ബാധിക്കാതെ കൊണ്ടിരിക്കില്ല. ഈ ശരീരവടിവും ശരീരപോഷണമൊക്കെ നിൽക്കും. എത്ര യാദേവി സർവഭൂതേഷു പിന്നെ പുഷ്ടിരൂപേണ സംസ്ഥിതാന്ന് ജപിച്ചാലും ബ്രഹ്മാവ് നമുക്കൊരു നമ്മുടെ ശിരോലിഖിതം എഴുതിയിട്ടുണ്ട്. എന്താ? ഇത്ര വയസ്സിൽ മരണം. അപ്പോൾ സാധാരണ നിലയ്ക്ക് ഈ ജനനം, അത് കഴിഞ്ഞാൽ വളർച്ച, സ്ഥിതി ചെയ്യുക, അത് കഴിഞ്ഞാൽ നിരയും. അതായത് വളർച്ച മുട്ടുന്നൊരു സമയമുണ്ട്. ആ വളർച്ച മുട്ടിയാൽ പിന്നെ പുതിയ സെല്ലുകൾ ഉണ്ടാവില്ല ശരീരത്തിൽ. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പ്രോവർബ് പറയും, ആൾ ക്യാമൽസ് ഹാസ് ടു ഗോ ത്രൂ ദി സൂചിയുടെ ഹോൾ ഉണ്ടല്ലോ, സൂചിയിൽ പിന്നെ നീഡിൽ ഹോൾ. ആൾ ക്യാമൽസ് ഹാവ് ടു ഗോ ത്രൂ ദി നീഡിൽ ഹോൾസ്. ഈ നമ്മൾ വസ്ത്രം തുന്നാൻ ഉപയോഗിക്കുന്ന സൂചിയിലൊരു ഹോളുണ്ട്. അതുകൂടെ നൂല് കോർത്തിട്ടാണ് നമ്മൾ തുന്നുക. അത് ഏത് പ്രായക്കാർക്കും, ചെറുപ്പക്കാർക്കൊരു ഹോള്, വലിയവർക്കൊരു ഹോള്, യുവാക്കൾക്കൊരു ഹോള്, അങ്ങനെയില്ല. അപ്പോൾ ഇവിടെ കാമലിനെയാണ് ഭഗവാൻ, ഇതൊക്കെ പ്രോവർബുകളൊക്കെ ഇംഗ്ലീഷിലാണെങ്കിലും വേദത്തിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. അപ്പോൾ കാലും തലയും കഴുത്തും ഭയങ്കര നീളം കൂടും. കാലും അത് 4 കാല്, അല്ലെങ്കിൽ രണ്ട് കാലും വിചാരിച്ചോളൂ. പക്ഷേ അതിന് ഉടൽ വലുതാണ്. പക്ഷേ ഈ ഹോളിൽ കൂടെ പോവാതെ കൊണ്ട് പറ്റില്ല. നമ്മുടെ ജീവിതമാകുന്ന ക്യാമല്, അങ്ങനെ പറയാം, ഈ ഹോളിൽ കൂടെ പോകാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ പലവർക്കും ബുദ്ധിക്ക് പ്രശ്നം ഉണ്ടാവും, ചെറുതായിട്ട് ഒരു ടെൻഷൻ ഉണ്ടാവും. അതിന് നല്ല കൗൺസിൽ, അവിടെയാണ് ഭർത്താവിൻ്റെ പരിചരണം. ഭർത്താവിന് എപ്പോഴും സ്ത്രീകളെ പരിചരിക്കാം, ഭാര്യനെ. പ്രത്യേകിച്ച് ഈ മാനപ്പോസ് നിൽക്കുന്ന സമയത്ത് ഉള്ള പരിചരണം, നീ എത്ര കളവിയായാലും നീ സെക്യൂർഡാണ് എൻ്റെ ജീവിതത്തിൽ എന്ന് പറയാനുള്ള ത്രാണി പുരുഷനിൽ നിക്ഷിപ്തമാണ്. പുരുഷൻ അത് യൂട്ടിലൈസ് ചെയ്യണം. അത് യൂട്ടിലൈസ് ചെയ്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടി, കാരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല ജീവിതത്തിൽ. കാരണം എന്താ വിചാരിച്ചാൽ ഇന്ന് ഒക്കെ മിനിറ്റ് വെച്ചിട്ടാണ് പഠിപ്പിക്കൽ. ഞാൻ മിനിറ്റ് വെച്ചിട്ട് പഠിപ്പിക്കല്ല, ഞാൻ എൻ്റെ ധാരണകളെ പോളിഷ് ചെയ്തെടുക്കണം. അത് നിങ്ങൾക്ക് ഉപകാരമായാൽ നിങ്ങൾക്ക് എനിക്ക് സന്തോഷം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ജന്മജരാ മരണാദി രൂപത്തോടു കൂടിയ സംസാര സമുദ്രത്തിൽ, ഇപ്പോൾ ഒരാൾ പ്രഭാഷണം ചെയ്യുമ്പോൾ ആൾക്കാർ കളിയാക്കും, ഓ ഇയാളുടെ ഒരു സംസാര സമുദ്രം. ഇതൊന്നും അറിഞ്ഞിട്ടല്ലല്ലോ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് അവർ പോണില്ല. അപ്പോൾ ജന്മജരാ മരണാദി രൂപത്തോടു കൂടിയ സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും ക്ലേശമനുഭവിക്കുന്നവരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ മാത്രം മതിയെന്ന് ശ്രീമദ് ഭാഗവതം ഉച്ചത്തിൽ വിളിച്ചു പറയണു. അപ്പോൾ ഇത് സ്വർണ്ണലിപിയിൽ എഴുതി വെക്കേണ്ട ശ്ലോകമാണ്. ഏതെല്ലാം രൂപത്തിലുള്ള പ്രതിസന്ധികളുണ്ടെങ്കിലും ആ പ്രതിസന്ധികളെ തരണം ചെയ്യാൻ ഭാഗവതത്തിന് ശക്തിയുണ്ട് എന്ന് സാധാരണക്കാര്
മനസ്സിലാക്കിയാൽ അവർ രക്ഷപ്പെടും. പക്ഷേ മനസ്സിലാക്കാൻ എന്ത് വേണം? മനസ്സിലാക്കാൻ ഒരു സാഹചര്യം വേണം. ആ സാഹചര്യം എങ്ങനെ ഉണ്ടാവുക? സത്സംഗത്തിൽ പോകണം. സത്സംഗത്തിൽ പോകണം. സത്സംഗം ഇല്ലാണ്ട് ഒരു കാര്യം നടക്കില്ല. അപ്പോൾ ഇപ്പോൾ ഓങ്ങല്ലൂരും ആചാര്യന്മാരൊക്കെ ഉണ്ട് കേട്ടോ. ഇല്ല 300-400 സപ്താഹങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ ഞാൻ തീർത്ത് പറയാം, എന്ത് പൈസ ഇല്ലാണ്ട് ഒരാൾ ഒരു കാര്യം ചെയ്യില്ല. എനിക്ക് പൈസ വേണ്ട. കാരണം അർത്ഥം അനർത്ഥഹേതുവാകുന്നു എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. എന്താണ് അർത്ഥം? അനർത്ഥഹേതുവാകുന്നു. ഇരുഭാഗം മൂർച്ചയുള്ള വാള് പോലെയാണ് കാശ്. കാശ് ആവശ്യത്തിൽ കൂടിയാൽ, ആവശ്യത്തിന് വേണം, അത് ഭഗവാൻ രക്ഷിക്കും. ഭഗവാൻ അറിയാം നമ്മുടെ ആവശ്യം എന്താണെന്നുള്ളത്. ഒരു സ്ത്രീക്കോ ഒരു പുരുഷത്തിനോ, ഒരു ഭാര്യയ്ക്കോ ഒരു ഭർത്താവിനോ, അല്ലേ, ഒരു കപ്പിൾസ് എന്ന് പറയാം, അവരുടെ ആശയാഭിലാഷങ്ങൾ അറിയുന്ന ഒരു ചൈതന്യമാണ് നമ്മുടെ ഉള്ളിലുള്ളതെന്ന് ആദ്യം അറിയണം. അത് പ്രയത്നം കൊണ്ട് മാത്രമേ നേടാൻ പറ്റുള്ളൂ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ കേസ് ജയിച്ചു നമ്മൾ. ഇവിടെ നമ്മൾ കേസ് തോൽക്കണത് എന്താ? ഓരോരുത്തരും അവരവരുടെ കഴിവിനനുസരിച്ച് ഭക്തി ഉണ്ട്. പക്ഷെ ആ ഭക്തി പോരാ. ഭഗവാൻ പറഞ്ഞ ഭക്തി ഭാഗവതത്തിൽ പറഞ്ഞ മാതിരി നമ്മൾ ജീവിക്കണുണ്ടോ ഇല്ലയോ? ഇപ്പം എന്തിനാ ഓരോ മരുന്ന് വാങ്ങി തരുമ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇന്ന മരുന്ന് 2 നേരം, ചില മരുന്ന് 1 നേരം, ചില മരുന്ന് 3 നേരം, ചിലത് ആഹാരത്തിന് ശേഷം, ചിലത് ആഹാരത്തിന് മുന്നേ. എന്നാൽ ഇപ്പോൾ എല്ലാം 3 നേരമാക്കിക്കൂടെ, അല്ലെങ്കിൽ എല്ലാം 1 നേരമാക്കിക്കൂടെ? പറ്റില്ല. അപ്പോൾ എനിക്ക് സമയമില്ല എന്ന് പറയരുത്. ഡോക്ടറുടെ മരുന്ന് കഴിക്കാൻ നമ്മൾ എത്രത്തോളം ശുഷ്കാന്തി കാണിക്കണു. ഇനി ശുഷ്കാന്തി കാണിക്കാത്തവരുണ്ട്, എനിക്കറിയാം. മരുന്ന് കഴിക്കാൻ ശുഷ്കാന്തി ഇല്ല, വേണ്ട. പക്ഷേ അവരുടെ പ്രശ്നങ്ങൾ കൂടുതലേ ചെയ്യണുള്ളൂ. ഭാഗവതം നിങ്ങൾ വായിച്ചോ വായിച്ചില്ലേ എന്നുള്ളത് ഭാഗവതത്തിനല്ലല്ലോ പ്രശ്നം. ഭാഗവതം പഠിച്ചോ, ആ പഠിപ്പ് കൂടെ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടോ? അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ സംസാര സമുദ്രത്തിൽ മുങ്ങിയും പൊങ്ങിയും ക്ലേശം അനുഭവിക്കുന്നവരുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ മാത്രം മതി എന്ന് ശ്രീമദ് ഭാഗവതം ഉച്ചത്തിൽ വിളിച്ചു പറയണു. ഇത് എന്തുകൊണ്ട് ആചാര്യന്മാർ പറയണില്ല? നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് പഠിക്കണമെന്ന് എന്തുകൊണ്ട് പറയണില്ല? അടുത്ത ശ്ലോകം 96. ശൗനകാവാചാം ശുനകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനാം സുരർഷയേ കഥാ ബ്രാഹ്മേ ചിന്തി മേ സംശയം തിമം. ശുകേന ഉക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനാ സുരർഷയേ കഥാ ബ്രാഹ്മേ ചിന്തി മേ സംശയം തിമം. ശൗനകൻ എന്താ പറഞ്ഞത്? ഹേ സൂത, ശ്രീ ശുകൻ പരീക്ഷിത്തു രാജാവിനും ഗോകർണൻ ദുന്ദുകാരിയുടെ പ്രേതത്വമോചനത്തിനായി കൊണ്ടും ദുന്ദുകാരിയുടെ പ്രേതത്വമോചനത്തിന്. അപ്പോൾ ഈ പ്രേതത്വം എന്ന് പറഞ്ഞെന്താ? മനുഷ്യത്വം, ഈശ്വരത്വം, തത്വം എന്നാണ്. അതിനെ എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക? തത്വം, മനുഷ്യൻ്റെ തത്വമാണ് മനുഷ്യത്വം, ഈശ്വരൻ്റെ തത്വമാണ് ഈശ്വരീയത്വം. അപ്പോൾ ഇവിടെ പ്രേമത്വം എന്ന് പറഞ്ഞാൽ പ്രേമത്തിൻ്റെ തത്വം സ്വയം നശിക്കുക എന്നുള്ളതാണ്. മനുഷ്യന്മാർ തമ്മിൽ എത്ര പ്രേമുണ്ടെങ്കിലും അത് നാശഹേതുവാണ്. കാരണം എന്താ? മനുഷ്യന്മാർ സ്വയം നശിക്കുന്ന ആൾക്കാരാണ്. നേരെ മറിച്ച് മനുഷ്യന് ഈശ്വരീയ തത്വം ഉണ്ട് വിചാരിക്കുക. ആ മനുഷ്യൻ നശിച്ചാലും തത്വം അയാളുടെ പേര്, ഇപ്പോൾ നമ്മൾ സ്വർണത്തിൽ കുത്തിവെക്കണം എന്നൊന്നും നിർബന്ധം പിടിക്കണ്ട. ഞാൻ പറഞ്ഞ മനസ്സിലാവുണ്ടോ? ഇപ്പോൾ എത്ര ആൾക്കാരുടെ ജാതകം പണിക്കന്മാർ എഴുതുന്നുണ്ട്. എൻ്റെ ജാതകം പട്ടാമ്പി പള്ളിപ്പുറം, അല്ലെങ്കിൽ കാരക്കാട് പള്ളിപ്പുറം, കിഴായൂർ പള്ളിപ്പുറം, കളരിക്കൽ കുട്ടപ്പ പണിക്കരാണ് എൻ്റെ ജാതകം എഴുതിയത്. കുട്ടപ്പ പണിക്കർ എത്രയോ ആൾക്കാർക്ക് ജാതകം എഴുതിയിട്ടുണ്ടില്ലേ? എല്ലാവരും അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല.
കാരണം എന്താ, അവരാരും ഭാഗവതം പഠിച്ചിട്ടില്ല. ഭാഗവതം കൈകാര്യം ചെയ്യുമ്പോഴല്ലേ നമ്മളെ പിന്നെ എന്താ ജാതകം എഴുതിയവരെ ഓർമ്മ വരുള്ളൂ. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഇപ്പോൾ ഓരോരുത്തർക്ക് മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുമ്പോൾ അവരെ ട്രീറ്റ് ചെയ്ത് ഭേദപ്പെടുത്തിയ ഡോക്ടറിനെ അവർ പറയാണ്ടിരിക്കുമോ? അപ്പം അതേമാതിരിയാണിത്. അപ്പോൾ ഭാഗവതം ഗർജിക്കുന്നുണ്ടെങ്കിൽ അതിന് ശാസ്ത്രീയമായ ഉദാഹരണങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ഹേ സൂത, ശ്രീ ശുഗൻ പരീക്ഷിത്ത് രാജാവിനും ഗോകർണൻ ദുന്ദുകാരിയുടെ പ്രേതത്വ മോചനത്തിനായിക്കൊണ്ടും പുത്രന്മാരായ സനകാദികൾ ദേവർഷിയായ നാരദനായിക്കൊണ്ടും ഏതേത് കാലത്താണ് സപ്താഹയജ്ഞം നടത്തിയത്? ഈ സംശയത്തെ അങ്ങ് തീർത്തു തരണം. ഒരു ടെക്നിക്കൽ ക്വസ്റ്റ്യനാണത്. അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും നമുക്ക് അറിയണം. അപ്പോൾ സൂതാവാച, സൂതൻ പറഞ്ഞു, ആ കൃഷ്ണ നിർഗമാത് ത്രിശം ത്വർഷാധികതേ കലോ നവമീതോ നവസ്യേജാ കഥാരംഭം ശുഗോ അകരോത്. ആ കൃഷ്ണ നിർഗമാത് ത്രിശം ത്വർഷാധികതേ കലോ നവമീതോ നവസ്യേജാ കഥാരംഭം ശുഗോ അകരോത്. സൂതൻ എന്താ പറഞ്ഞത്? ശ്രീകൃഷ്ണ ഭഗവാൻ ഭൂമിയിൽ നിന്ന് നിർഗമിച്ച ശേഷം കലിവർഷം 30-ാമതിൽ കന്നിമാസം ശുക്ലനവമി ദിവസം മുതൽക്ക് ശ്രീ ശുഗമുനി പരീക്ഷത്തിനായിട്ട് ഉപദേശിച്ചു. പരീക്ഷത്തിന് അപ്പോൾ ശ്രീകൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്ത് 30-ാം വർഷമാണ് ഉണ്ടായത്. അപ്പം ഇനി 98-ാമതിൽ പറഞ്ഞു, പരീക്ഷിത് ശ്രവണാന്തേ ച കലോ വർഷശതദ്വയേ ശുദ്ധേ ശുചോ നവമ്യാം ച ധേനുജോ അകഥയൽ കഥാം. പരീക്ഷിത് ശ്രവണാന്തേ ച കലോ വർഷശതദ്വയേ ശുദ്ധേ ശുചോ നവമ്യാം ച ധേനുജോ അകഥയൽ കഥാം. പരീക്ഷിത്തിൻ്റെ കഥാശ്രവണാവസാനത്തിനു ശേഷം, പരീക്ഷിത്ത് കഥ ശ്രവിച്ചതിൻ്റെ ശേഷം കലിവർഷം 200 കഴിഞ്ഞപ്പോൾ കർക്കടക മാസത്തിൽ ശുക്ലനവമി മുതൽ ഗോകർണൻ സപ്താഹ കഥ നടത്തി. നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. എന്താ അതിന് തെളിവ് ചോദിച്ചാൽ എന്താന്ന് ചോദിക്കാൻ പാടില്ല. നമ്മളെ നന്മയ്ക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളെ നമ്മൾ സ്വയം വിഴുങ്ങണം. മനസ്സിലായോ? അപ്പോൾ കർക്കടക മാസത്തിൽ ശുക്ലനവമി മുതൽ ഗോകർണൻ സപ്താഹ കഥ നടത്തി. 99-ാമത്തെ ശ്ലോകം പറഞ്ഞു, തസ്മാദപികലോ പ്രാപ്തേ ത്രിശം ത്വർഷശതേ സതി ഊജുരുർജേസിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണസുതാ. തസ്മാദപികലോ പ്രാപ്തേ ത്രിശദ്വർഷശതേ സതി ഊജുരുജ്ഞേസിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണസുതാ. എന്താ പറഞ്ഞത്? ഇതിനു ശേഷം കലിവർഷം 30 കഴിഞ്ഞപ്പോൾ ബ്രഹ്മപുത്രന്മാർ കാർത്തിക മാസം ശുക്ലപക്ഷ നവമിയിൽ കഥ പറഞ്ഞു. ബ്രഹ്മപുത്രന്മാർ എന്ന് പറഞ്ഞാരാ? സനകാദികൾ. അത് ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം, കാരണം ഇനി ഇത് വായിക്കണവർക്ക് മനസ്സിലാവണ്ടേ. സനകാദികൾ. അപ്പോൾ കലിവർഷം 30 കഴിഞ്ഞപ്പോഴാണ് ബ്രഹ്മപുത്രന്മാരെ കാർത്തിക മാസം ശുക്ലപക്ഷ നവമിയിൽ കഥ പറഞ്ഞത്. ആർക്ക് വേണ്ടിയിട്ട്? നാരദന് വേണ്ടിയിട്ട്. ഇത്യേതത്തെ സമാഖ്യാതം യത് പൃഷ്ടോ അഹം ത്വയാനഘാം കലോ ഭഗവതേ വാർത്താം ഭവരോഗവിനാശിനി. ആ ഭവരോഗവിനാശിനി എന്നുള്ളത് അണ്ടർലൈൻ ചെയ്യണം. ഭവരോഗം. നാളെ എനിക്ക് വയ്യാണ്ടായാൽ ഞാൻ എന്ത് ചെയ്യും? ഭാര്യ മരിച്ചു, ഭർത്താവ് മരിച്ചു, ഐദർ സ്പൗസിന് ഇങ്ങനെ ദുഃഖിക്കാം. വല്ല കാര്യമുണ്ടോ ദുഃഖിച്ചിട്ട്? ഭഗവാൻ ഇല്ലേ നമ്മുടെ ഉള്ളിലെ? നമ്മൾ ഓരോരുത്തരും എത്ര ശ്വാസം ഇഴുക്കണം എന്നുള്ളത് ആരാ നിശ്ചയിച്ചിട്ടുള്ളത്? ഭഗവാൻ എങ്ങനെ നിശ്ചയിച്ചിട്ടുള്ളത്? നമ്മുടെ കർമ്മം ഫലം. ഇതാണ് പൂർവ്വജന്മാന്തര കർമ്മഫലത്തിനനുസരിച്ചിട്ടാണ് ഈ ജന്മം. ഇത്രയൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ പറഞ്ഞു, ഇത്യേതത്തെ സമാഖ്യാതം തത്പൃഷ്ടോ അഹം ത്വയാനഘ
കലോ ഭാഗവതേ വാർത്ത ഭവരോഗവിനാശിനി. ഹേ പരിശുദ്ധനായ ശൗനക, ആരാണ്? പരിശുദ്ധനായ ശൗനക, അങ്ങ് ചെയ്ത ചോദ്യത്തിന് ഉത്തരം ഈ വിധം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. കലിയുഗത്തിൽ ഭഗവത് കഥാപ്രസംഗം സംസാര രോഗത്തെ നശിപ്പിക്കുന്ന സിദ്ധൌഷധമാകുന്നു. കലിയുഗത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ മറുമരുന്നാണ് ഏത്? ഭാഗവതം. അത് അപ്പം പഠിക്കണം, കുട്ടിക്കാലത്ത് പഠിക്കണം. ഒരു 8, 10, 12 വയസ്സിൽ ഇതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് പഠിക്കേണ്ടത്. ഈ തത്വങ്ങൾ മനസ്സിലാക്കിയാൽ മതി. തത്വങ്ങൾ പറയാൻ അച്ഛനമ്മമാർക്ക് കഴിയണം, അത് മനസ്സിലാക്കാൻ മക്കളെക്ക് സാധിക്കണം. അവിടെ എന്തുണ്ട്? ചൊല്ലിക്കൂട്, തല്ലിക്കൂട്, അല്ല ആദ്യം ചൊല്ലിക്കൂട് അല്ലേ, പിന്നെ തല്ലിക്കൂട്, പിന്നെ തള്ളിക്കൂട്. പറയുക, മനസ്സിലാക്കുക, വേണമെങ്കിൽ ഒന്ന് ഭേദിക്കുക, അത് കഴിഞ്ഞാൽ ഒഴിവാക്കുക. എൻ്റെ മകനെ ഞാൻ എങ്ങനെ ഒഴിവാക്കുക എന്ന് ചോദിക്കരുത്. കാരണം എൻ്റേത് എന്നുള്ളതിനൊരു പ്രസക്തിയുമില്ല. അതിന് ഭാഗവതത്തിൽ എത്രയോ കഥകൾ വരുന്നുണ്ട്. നമ്മൾ ഓരോ ജന്മത്തിലും ഓരോ ജന്മത്തെ അച്ഛനും അമ്മയും നമുക്ക് ഓർമ്മയുണ്ടോ? അതിനല്ലേ നമ്മൾ ഈ കർക്കിടകവാവ് ഇപ്പോൾ കഴിഞ്ഞല്ലോ, കർക്കിടകവാവിന് പ്രത്യേകിച്ച് നമ്മളെന്താ ചെയ്യുക? നമ്മുടെ മുൻ തലമുറയിൽ വന്നു പോയിട്ടുള്ള എല്ലാവർക്കും എന്നാ പറയുക. അപ്പം അതിലൊക്കെ നമുക്ക് വിശ്വാസമുണ്ടല്ലോ. അപ്പോൾ കലിയുഗത്തിൽ ഭഗവത് കഥാപ്രസംഗം സംസാര രോഗത്തെ, ജനിക്കുക മരിക്കുക എന്നുള്ള താല്പര്യത്തിനെ ഇല്ലാണ്ട ചെയ്യും, സിദ്ധൌഷധമാകുന്നു എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 101 ശ്ലോകം പറയണു. കൃഷ്ണപ്രിയം സകല കശ്മലനാശനം ച മുക്തേകഹേതുമിവ ഭക്തിവിലാസകാരീ സന്ധകഥാനകമിദം വ്യപദാദരേണ ലോകേ ഹി തീർത്ഥപരിശീലന സേവയാക്കിം. എന്താ പറയുക? എനിക്ക് സാധാരണ ഇന്തശുണ്ടോ? ഇപ്പം അത്രേ 101, 106 ശ്ലോകത്തിൽ കഴിയും ഏത് ഈ ഭാഗവത മഹാത്മ്യം. അത് ഞാൻ ഇന്ന് തീർത്തിട്ടേ പോളൂ. കാരണം ഐ ആം സോ ഇൻഡെപ്റ്റഡ് ടു യു ആൾ. നിങ്ങളിത് കേട്ടാലും കേട്ടില്ലെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചതിലുള്ള എൻ്റെ സംതൃപ്തി, ഐ ആം സോ ബ്ലസ്ഡ്. പറഞ്ഞ അതുകൊണ്ടാണ് പറഞ്ഞത്, കൃഷ്ണപ്രിയം സകല കശ്മലനാശനം ച മുക്തൈകഹേതുമിവ ഭക്തിവിലാസകാരി സന്തകഥാനകമിദം വ്യപദാദരേണ ലോകേ ഹി തീർത്ഥപരിശീലന സേവയാക്കിം. ഹേ സജ്ജനങ്ങളെ, എന്താ സല്യൂട്ടേഷൻ? സജ്ജനങ്ങളെ. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ സജ്ജനം ആവാൻ എന്തൊക്കെ ക്വാളിഫിക്കേഷൻ വേണമെന്ന് അറിയാം. കാമക്രോധമത മത്സര ലോഭഭയാദികൾ ഉണ്ടാവരുത്, അപ്പോഴേ സജ്ജനാവുള്ളൂ. നല്ല വസ്ത്രധാരണം ചെയ്തുകൊണ്ട് സജ്ജനാവില്ല. മറ്റുള്ളവന് പാര വയ്ക്കണമെന്ന് വിചാരിക്കണവൻ സജ്ജനല്ല. അപ്പോൾ എന്താ പറയുക, തൻ്റെ ശരീരപോഷണത്തിന് ജീവജാലങ്ങളെ കൊന്നു തിന്നുന്നവർ സജ്ജനല്ല. അത് ആരാണെങ്കിലും ശരി. വിത്ത് ഡ്യൂ റെസ്പെക്റ്റ് ടു ആൾ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. മനസ്സിലേ? അപ്പോൾ ഹേ സജ്ജനങ്ങളെ, ഈ ഭാഗവത കഥ അമൃതത്തെ, ഭാഗവത കഥ എന്താണ്? അമൃതാണ്. ആദരപൂർവം ആസ്വദിക്കുവിൻ. ഇതിനോടൊരു ആദരവ് വേണം നിങ്ങൾക്ക്. എന്നോടല്ല ആദരവ് വേണ്ടത്, ഈ കഥ, ഭാഗവത കഥയോടൊരു ആദരവ് ഉണ്ടാവണം. ഭക്തിയെ പ്രോജ്വലിപ്പിക്കുന്ന ഈ കഥ, ഈ ഭാഗവത കഥ എന്താ? ഭക്തിയെ ഉജ്ജ്വലിപ്പിക്കും. ഈ കഥ മുക്തിക്ക് മുഖ്യ കാരണമാകുന്നു. സമ്പത്തുണ്ടാവാനല്ല, സമ്പത്തല്ല നമ്മുടെ ഉദ്ദേശം. ഇതാണ് മനസ്സിലാക്കേണ്ടത്. ഇപ്പം ചില വരുന്ന ജനിക്കാണ്ടിരിക്കണം, മരിക്കുക, എന്നപ്പോൾ തൂങ്ങി മരിച്ചോടെ പറ്റില്ല. എന്താ കാരണം? ഈ സ്വയം വന്ന ജീവൻ സ്വയം പോകണം. അതിനെ കൊല്ലാൻ, വധിക്കാൻ, അതിനെ കളയാനുള്ള അധികാരം നമുക്കില്ല. അപ്പോൾ ഈ കഥ മുക്തിക്ക് മുഖ്യ കാരണമാകുന്നു. സകല പാപങ്ങളെയും ഇത് നശിപ്പിക്കും. ശ്രീകൃഷ്ണ പ്രീതിയെ ജനിപ്പിക്കും. ശ്രീകൃഷ്ണനോട് ഭക്തി ഉണ്ടാവും, പ്രീതി ഉണ്ട്. ശ്രീകൃഷ്ണ പ്രീതി എന്നാണ് പറഞ്ഞത്, പ്രീതിജനകമായിട്ട്. വിഷ്ണു സഹസ്രനാമം ജപിക്കുമ്പോൾ മഹാവിഷ്ണു പ്രീത്യർത്ഥം, അത് ഓർമ്മയുണ്ടാവണം.
ലോകത്തിൽ പല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന അർത്ഥാദികളെ, സമ്പത്ത് വന്നാൽ എന്താ ഉണ്ടാവുക? മത്സരം, ഏട്ടനാണ് അച്ഛനാണ് അമ്മയാണെന്നും തോന്നില്ല, അവിടെയാണ് വിഷമം. അതുകൊണ്ടാണ് പല ദുഃഖങ്ങൾക്കും കാരണമായിരിക്കുന്ന അർത്ഥാദികളെ സമ്പാദിക്കുന്നതിനായി നിരന്തരം ചെയ്യുന്ന യത്നത്താൽ എന്തു ഫലമാണ് ലഭിക്കാനുള്ളത്? കുറേ കാശ് കിട്ടി, എന്ത് ചെയ്യാം? കുറേ ശത്രുക്കളെ ഉണ്ടാക്കാമെന്നല്ലാതെ കണ്ട് നിസ്സാരങ്ങളായ അർത്ഥാദികളിലുള്ള ചിന്തയെ വെടിഞ്ഞ് ശ്രീമദ് ഭാഗവതത്തെ സാദരം സേവിക്കുവിൻ. ഇപ്പോൾ ബോംബെയിൽ എൻ്റെ ഒരു ചേച്ചി ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. പിന്നെ ഒരു ഹരിദാസ്, ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിച്ച പയ്യനാണ്. ഇവർക്ക് രണ്ടാൾക്കും എന്നെപ്പറ്റി, എൻ്റെ ചേച്ചിക്ക് ഒരു 99.99 അറിവുണ്ട് എന്നെ പറ്റിയിട്ട്. കാരണം അവരോട് പറയാത്ത കാര്യമില്ല. അവർ എൻ്റെ ഒരു സേവിയറാണ്. എന്നെ ജീവിതത്തിലേക്ക് പല ദുഷ്കട സമയത്തിൽ നിന്നും എന്നെ കരകയറ്റിയുള്ളവരാണ്. ഹരിദാസാണെങ്കിൽ എൻ്റെ ബാല്യകാലത്തെ കുറിച്ച് അറിയുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, നിസ്സാരങ്ങളായ അർത്ഥാദികളിലുള്ള ചിന്തയെ വെടിയൂ എന്ന് പറഞ്ഞാൽ, എനിക്കൊരു 21.5 വയസ്സുള്ളപ്പോഴാണ് ഒരു 1.5 കോടി രൂപയുടെ സ്ഥാവര ജംഗമങ്ങൾ 1952 സ്റ്റാറ്റിസ്റ്റിക്സ് പ്രകാരം. അപ്പോൾ 73 അതിന് എന്ത് വില ഉണ്ടാവും? അത്രയും വലിയൊരു ട്രസ്റ്റ് ഹിന്ദു റിലീജിയസ് എൻഡോമെൻറ്റ് ബോർഡിന് എന്താണെന്ന് പറയുക, മനസ്സാക്ഷിക്ക് അനുസരിച്ച് അമ്പലം ഭരിക്കാൻ സാധിക്കാണ്ട് വന്നപ്പോഴാണ് സറണ്ടർ ചെയ്തത്. അന്ന് ഞങ്ങളെയൊക്കെ വളരെ ദാരുണമായ രീതിയിൽ അധിക്ഷേപിച്ചുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർക്കൊക്കെ ഇന്ന് ഭഗവാൻ നേരിട്ട് മറുപടി കൊടുക്കുകയാണ്. എന്ത്? ഭാഗവതത്തിൻ്റെ മാധ്യമത്തിൽ കൂടെ ഈ രാജഗോപാലൻ ഇതുവരെ എത്തി. ഇതാണ് ഞാൻ നിങ്ങളോട് പറയാനുള്ളത്. അപ്പോൾ അർത്ഥാദികൾ, നിസ്സാരങ്ങളായ അർത്ഥാദികളിലുള്ള ചിന്തയെ വെടഞ്ഞു ശ്രീമദ് ഭാഗവതത്തെ സാദരം സേവിക്കുവിൻ. എനിക്ക് അത്രയും നിങ്ങളോട് പറയാനുള്ളൂ. 102-ാമത്തെ ശ്ലോകം. സ പുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതി യമഖിലത്തസ്യ കർണമൂലേ പരിഹര ഭഗവൽകഥാസു മത്താൻ പ്രഭുരഹമന്യ നൃണാം ന വൈഷ്ണവാനാം. സ്വപുരുഷമഭിവീക്ഷ്യ പാശഹസ്തം വദതി യമഖിലത്തസ്യ കർണമൂലേ പരിഹര ഭഗവൽകഥാസു മത്താൻ പ്രഭുരഹമന്യ നൃണാം ന വൈഷ്ണവാനാം. പാശം കയ്യിലെടുത്തു പിടിച്ചിരിക്കുന്ന ഭൃത്യനെ നോക്കിയിട്ട് യമൻ, ഇപ്പോൾ അവിടേക്കാണ് യമകിങ്കരന്മാർ നാരായണ ജപമഹാത്മ്യം ഉള്ള വീടുകൾ പോയി നിരങ്ങരുതെന്നാണ് പറയണതേ. പാശം കയ്യിലെടുത്ത് പിടിച്ചിരിക്കുന്ന ഭൃത്യനെ നോക്കിയിട്ട് യമൻ ഭൃത്യൻ്റെ കർണമൂലത്തിൽ ഉപദേശിക്കുന്നു. അതായത് ചെവിയിലാണ് ഉപദേശം കൊടുക്കുക. അപ്പോൾ എനിക്ക് ഭാഗവതോപദേശം കിട്ടുമ്പോൾ ഒരു വെറ്റില എടുത്ത് എന്താണെന്ന് പറയുക, ഇടത് ചെവി പൊത്തിപ്പിടിക്കുക, എന്നിട്ട് വലത് ചെവിയിലാണ് ഓം നമോ ഭഗവതേ വാസുദേവ മൂലമന്ത്രം ഉപദേശിക്കുക. അപ്പോൾ ഒറ്റക്കുടം ആട് അങ്ങനെ പല സംസ്കാരങ്ങളുണ്ട് അതിൽ, അതോട്ടിരിക്കട്ടെ. അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ പറയണ്ട. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത്? ശ്രീഹരികഥയിൽ ആനന്ദിച്ചിരിക്കുന്നവരുടെ അരികത്ത് നീ പോകരുത്. യമദേവൻ തൻ്റെ ഭൃത്യന്മാരോട് പറയാണ്, എവിടെയാണ് ശ്രീഹരി നാമങ്ങൾ മുഴങ്ങണത് അവിടെ പോരുത്. അപ്പോൾ എന്തായി? ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുകയാണെങ്കിലും ഞാൻ നാരായണ നാരായണ ജപിച്ചുകൊണ്ടിരിക്കണം. ഇതാരാ അറിയുക? എൻ്റെ മനസാക്ഷി. എൻ്റെ മനസാക്ഷിയാകുന്ന സാക്ഷാൽ മഹാവിഷ്ണു അല്ലെങ്കിൽ പരമശിവനാണ് ആരെ അയക്കണത്? യമകിങ്കരന്മാരെ. അപ്പോൾ അവർക്കറിയാം ഇന്ന സിക്കിലേക്ക് പോരുതെന്ന് പറയവർ. എന്ന് പറഞ്ഞാൽ മരണം നടക്കും, മരണം സ്വാഭാവികമാണ്. പോണത് മരണമില്ലാത്തൊരവസ്ഥയിലേക്കായിരിക്കണം.
പാപമങ്ങൾ അറ്റാൽ മാത്രമല്ലേ അങ്ങനെ സംഭവിക്കുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ശ്രീഹരികഥയിൽ ആനന്ദിച്ചിരിക്കുന്നവരുടെ അരികത്ത് നീ പോകരുത്. അപ്പോൾ ആനന്ദം എന്നുള്ളത് പരമലക്ഷ്യമാണ്. ഭഗവത് കഥാസക്തന്മാരിൽ എനിക്ക് അധികാരമില്ല. ആരാ പറഞ്ഞത്? യമദേവൻ പറയാണ് ഭഗവത് കഥയിൽ അപ്പോൾ ആസക്തി എന്നുള്ള വാക്കിന് കുഴപ്പമില്ല. ആസക്തി ഏത് വാക്കിനോട് നിൽക്കണം. എനിക്ക് മധുപാനത്തിലാണ് ആസക്തി എന്ന് പറഞ്ഞാൽ മൈനസ്മാർക്കായി. എനിക്ക് ഭാഗവത കഥയിലാണ് ആസക്തി എന്ന് പറഞ്ഞാലോ ഫുൾ 101 മാർക്കാണ്. എനിക്ക് അധികാരമില്ല. അവരെ ഒഴിച്ചുള്ള മനുഷ്യരിൽ മാത്രമേ എനിക്ക് അധികാരമുള്ളൂ. അതിനാൽ വൈഷ്ണവന്മാരുടെ സന്നിധിയിൽ പ്രവേശിക്കാതിരിക്കണമെന്ന സംഗതി ഓർമ്മയിലിരിക്കട്ടെ എന്നാണ് യമദേവൻ പിന്നെ ആരടുത്ത്? തൻ്റെ ഭൃത്യന്മാരടുത്ത് പറഞ്ഞത്. ഇനി 103-ാമത്തെ അസാരേ. ഈ ശ്ലോകമൊക്കെ ഭാഗവതം തുടങ്ങുമ്പോൾ അത് പറയണം. അസാരേ സംസാരേ വിഷസംഗാകുലധിയാ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം വിപദശുഗഘാതാ തുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുബധേ കുൽസിതകഥേ പരീക്ഷിൽ സാക്ഷി യൽ ശ്രവണഗതമുക്തിയുക്തികഥനേ അസാരേ സംസാരേ വിഷസംഗാകുലധിയാ ക്ഷണാർത്ഥം ക്ഷേമാർത്ഥം വിപദശുഗഘാതാ തുലസുധാം കിമർത്ഥം വ്യർത്ഥം ഭോ വ്രജത കുപഥേ കുൽസിതകഥേ പരീക്ഷിൽ സാക്ഷി യശ്രവണഗതമുക്തിയുക്തികഥനേ. ഇത് എത്ര ചൊല്ലിയാലും മതിയാവില്ല. എന്താ പറഞ്ഞത്? സാരഹീനമായ സംസാരത്തിൽ ഹീനമായ സംസാരത്തിൽ ജീവിതത്തിലൊരു ചുക്കുമില്ല. ഭക്തി ഉണ്ടോ? അർത്ഥമുണ്ട്. ഭക്തി ഇല്ല, അർത്ഥമില്ല. ഭാഗവതം ഉണ്ടോ? അർത്ഥമുണ്ട്. ഭാഗവതം ഇല്ല, അർത്ഥമില്ല. ഈ സാമ്രാജ്യം സ്ഥാപിക്കണം എൻ്റെ ഹൈ ഹാൻഡഡ്നെസ് ആരും ചോദ്യം ചെയ്യരുത്. എത്ര കാലം നടക്കും പറയൂ? എത്ര കാലം നടക്കും? അപ്പോൾ എനിക്ക് ഹൈ ഹാൻഡഡ്നെസ്സും വേണ്ട, എനിക്ക് സാമ്രാജ്യവും വേണ്ട. എനിക്ക് വിഷ്ണു സാമ്രാജ്യം മതി, ഭാഗവത സാമ്രാജ്യം മതി എന്ന് പറഞ്ഞാലത്തെ അവസ്ഥ എന്താ? അതാണ് നല്ലത്. അപ്പോൾ സംസാരത്തിൽ വിഷയങ്ങളാകുന്ന വിഷങ്ങളുടെ വ്യാപ്തി നിമിത്തം, ഇതൊക്കെ മലയാളം നന്നായിട്ട് അറിയണം കേട്ടോ. സാരഹീനമായ സംസാരത്തിൽ വിഷയങ്ങളാകുന്ന വിഷങ്ങൾ, ചൂതുകളി, സ്ത്രീ സേവ പറയാണ്ടിരിക്കാൻ പറ്റില്ല, അനർഹമായ രീതിയിൽ മധുസേവ, ചൂതാട്ടം, ഇതൊക്കെ വിഷയങ്ങളാകുന്ന വിഷയങ്ങളാണ്. അല്ലാന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല. വ്യാപ്തി നിമിത്തം ക്ലേശിക്കുന്ന ബുദ്ധിവൃത്തികളോടുകൂടിയ ജനങ്ങളെ, നമ്മൾക്കൊക്കെ എന്തുണ്ട്? ബുദ്ധിയുടെ വൃത്തി, സദ്ബുദ്ധി, കുബുദ്ധി ഇല്ലേ? എന്താ കുബുദ്ധി എന്ന് പറഞ്ഞാൽ മറ്റവന് പാര വയ്ക്കണം എന്നുള്ളത് കുബുദ്ധിയാണ്. അപ്പോൾ നേരെ മറിച്ച് ഭാഗവതം പഠിക്കണം എന്നുള്ളത് സദ്ബുദ്ധിയാണ്. അപ്പോൾ ബുദ്ധിവൃത്തികളോട് കൂടിയ ജനങ്ങളെ, നിങ്ങൾ അല്പസമയമെങ്കിലും ശ്രീ ശുഗമുനിയാൽ ഗാനം ചെയ്യപ്പെട്ടതും അമൃതത്തെക്കാൾ ആസ്വാദ്യവുമായ ഭാഗവത ശാസ്ത്രസാരത്തെ, ഭാഗവത കഥ എന്ന് പറഞ്ഞില്ല അവിടെ, ഭാഗവത ശാസ്ത്രസാരത്തെ, ശാസ്ത്രങ്ങളുടെ സാരം നിങ്ങൾക്ക് മനസ്സിലാവണം. അതിനാണ് ഞാൻ വെമ്പൽ കൊള്ളുന്നത്. നിങ്ങളോട് ഞാൻ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടോ അതൊക്കെ ഭാഗവത ശാസ്ത്രസാരത്തെ സേവിപ്പിൻ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്, കഥ പറയാനല്ല. അപ്പോൾ അത് നിങ്ങൾക്ക് പരമശ്രേയസ്സിനെ നൽകും. ഇത് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. എനിക്ക് ശ്രേയസ്സുണ്ട്. ഞാൻ ധൈര്യമായിട്ട് മാറത്ത് കൈവച്ച് പറഞ്ഞു, എനിക്ക് ശ്രേയസ്സുണ്ട്. എന്നെ ഇതുവരെ എത്തിച്ചിട്ടുള്ള ആ അദൃശ്യ ശക്തി
എൻ്റെ കുട്ടികളെ പൊന്നുപോലെ നോക്കി പഠിപ്പിച്ച് അവരെ നല്ല നിലയ്ക്ക് എത്തിച്ചിട്ടുള്ള ആ ഭഗവത് ശക്തിനെ എനിക്ക് എത്ര അനുമോദിച്ചാലും പറ്റില്ല. അനുമോദിക്കുകയാണ് ഞാൻ ഓരോ ശ്വാസനിശ്വാസത്തിലും. അപ്പോൾ പരമശ്രേയസ്സിനെ നൽകും. കുൽസിത കഥകൾ കൊണ്ട്, കുൽസിത കഥകൾ, കുബുദ്ധി എന്നർത്ഥം, കുൽസിത കഥകളെ കൊണ്ട് വ്യാമോഹിപ്പിക്കുന്ന കുൽസിത ഗ്രന്ഥങ്ങളിൽ പരിഭ്രമിക്കേണ്ട. ഒരാളെ കൊന്നാൽ എനിക്ക് മോക്ഷം കിട്ടും എന്ന് പറയുന്ന കുൽസിത കഥകൾ കൊണ്ട് വ്യാമോഹിപ്പിക്കുന്ന കുൽസിത ഗ്രന്ഥങ്ങളിൽ പരിഭ്രമിക്കേണ്ട. അതുകൊണ്ട് ഫലമൊന്നും ലഭിക്കുകയില്ല. ഭാഗവത ശ്രവണത്താൽ മുക്തി ലഭിക്കുമെന്ന് പറയുന്നതിനെ ദൃഷ്ടാന്തപ്പെടുത്തി കാട്ടിത്തരുന്ന പരീക്ഷിത്ത് രാജാവ് തന്നെ ഇതിൽ സാക്ഷി. ശുകബ്രഹ്മർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തപ്പോൾ പരീക്ഷിത്ത് മഹാരാജാവിന് മുക്തി കിട്ടി എന്നുള്ളത് തന്നെയാണ് ഇതിന് സാക്ഷി എന്ന് പറയുന്നത്. ഇനി 104 രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേ നേരിതാ കഥാം കണ്ഠേ സംബധ്യതേ യേന സ വൈകുണ്ഠ പ്രഭുർഭവേത്. രസപ്രവാഹ സംസ്ഥേന ശ്രീശുകേ നേരിതാ കഥാ കണ്ഠേ സംബധ്യതേ യേന സ വൈകുണ്ഠ പ്രഭുർഭവേത്. ബ്രഹ്മാനന്ദ പ്രവാഹം, ബ്രഹ്മാനന്ദം, സച്ചിദാനന്ദം, ചിന്മയാനന്ദം എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞത്? ബ്രഹ്മാനന്ദ പ്രവാഹത്തിൻ്റെ ഒഴുക്കിൽ സ്ഥിരനായിരിക്കുന്ന ശ്രീ ശുകമുനിയാൽ കീർത്തിക്കപ്പെട്ട കഥയെ യാതൊരുവൻ ഖണ്ഡത്തിൽ നിന്ന് വിടാതെയിരിക്കുന്നുവോ. ഞാനിപ്പോൾ അതാ ചെയ്യണത്. എൻ്റെ ഖണ്ഡത്തിൽ നിന്ന് ഭാഗവത കഥയെ ഇല്ലായ്മ ചെയ്യില്ല ഞാൻ. അങ്ങനെയാണ് ടിൽ ദി ലാസ്റ്റ് ബ്രെത്ത്, അവസാനം വരെ. അപ്പോൾ ആരെ പറഞ്ഞ കഥയാണിത്? ബ്രഹ്മാനന്ദ പ്രവാഹത്തിൻ്റെ ഒഴുക്കിൽ സ്ഥിരനായിരിക്കുന്ന ശ്രീ ശുകമുനി. ഈ സ്ഥിതപ്രജ്ഞ എന്നുള്ളതിൻ്റെ അർത്ഥമാണത്. പ്രജ്ഞ എന്ന് പറഞ്ഞാൽ ബോധം, സംശുദ്ധമായ ബോധം, എസൻസ്. അതിൽ ഇരിക്കുന്ന ഭഗവാൻ ശുകഭഗവാൻ കീർത്തിക്കപ്പെട്ട കഥയെ യാതൊരുവൻ ഖണ്ഡത്തിൽ നിന്ന് വിടാതെ ഇരിക്കുന്നുവോ. അപ്പോൾ ഈ രാമായണം കർക്കിടമാസത്തിൽ വായിച്ചാൽ മതിയെന്ന് പറഞ്ഞ കുൽസിത ബുദ്ധികളുടെ മാസ്മരികതയിൽ നമ്മൾ പെട്ടു. എന്നും വായിച്ചിരുന്നതാണ് രാമായണം. അപ്പോൾ എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. നിങ്ങൾ ഒരധ്യായം ഒരു ദിവസം രാമായണം പഠിക്കുക, വായിക്കുക. ഭാഗവതം വിടരുത്. രാത്രി കിടക്കണതിൻ്റെ മുമ്പ് ഒരധ്യായം രാമായണം പഠിക്കുക. TV ചാനലൊക്കെ ഓഫ് ചെയ്യുക. അതൊന്നും നിങ്ങൾക്ക് ഉപകരിക്കില്ല. സത്യം. അപ്പോൾ ശുകബ്രഹ്മവർഷിയാൽ കീർത്തിക്കപ്പെട്ട കഥയെ യാതൊരുവൻ ഖണ്ഡത്തിൽ നിന്ന് വിടാതെ ഇരിക്കുന്നുവോ അവൻ വൈകുണ്ഠത്തിൽ പ്രഭുവായി ഭവിക്കുന്നു. പറഞ്ഞ എന്താ അർത്ഥം? വൈഷ്ണവ ചേതസ്സായിട്ട് ലയിക്കും. അതിന് മീത് എനിക്കൊന്നും പറയാനില്ല. പറഞ്ഞ ശൈലേ. 105-ാമത്തെ ശ്ലോകം. ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുകകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ ബിബ പര സുഖഹേതോർദ്വാദശസ്കന്ധസാരം. ഇതി ച പരമഗുഹ്യം സർവസിദ്ധാന്തസിദ്ധം സപതി നിഗദിതം തേ ശാസ്ത്രപുഞ്ചം വിലോക്യ ജഗതി ശുകകഥാതോ നിർമ്മലം നാസ്തി കിഞ്ചിൽ ബിബ പരസുഖഹേതോർദ്വാദശസ്കന്ധസാരം. ഇപ്രകാരം പരമരഹസ്യവും, ഇതിൽ പറയുന്നതൊക്കെ പരമരഹസ്യമാണ്. ചോദിച്ചവരോടെ പറയാവൂ. നമ്മളെ ചോദിച്ച് മുട്ടിക്കണം എന്നുള്ളവരോട് പറയരുത്. അതാണ് ഈ ഗുഹ്യം എന്ന് പറഞ്ഞാൽ. ഉപദേശം അർഹിക്കുന്നവന് കൊടുക്കാൻ പാടുള്ളൂ. ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളുടെ പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതായ പലതരത്തിലുള്ള പരീക്ഷണങ്ങളിൽ കൂടെയാണ് ഈ ഭാഗവത ഗ്രന്ഥം വന്നിട്ടുള്ളത്. ഈ റിസർച്ച് ഓറിയൻറ്റഡ് എന്ന് പറഞ്ഞതാണിത്. റിസർച്ച് ഓറിയൻറ്റഡ് ശാസ്ത്ര ഗ്രന്ഥമാണിത്.
ഇപ്രകാരം പരമരഹസ്യവും സർവസിദ്ധാന്തങ്ങളുടെ പരീക്ഷണത്തിൽ നിന്ന് സിദ്ധിച്ചതായ പരമസിദ്ധാന്തവുമായ ശാസ്ത്രത്തെ, ഇതാണ് നമ്മൾ കേൾക്കണ്ട പുരാണം കൊള്ളില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കിയിട്ടുള്ളത്. പരമസിദ്ധാന്തവുമായി ശാസ്ത്രത്തെ അങ്ങയോട് പറഞ്ഞു. സകല ശാസ്ത്രവും പരിശോധിച്ചു നോക്കിയപ്പോൾ സുഖശാസ്ത്രത്തേക്കാൾ കളങ്കരഹിതമായ മറ്റൊരു ശാസ്ത്രം ജഗത്തിലില്ലെന്ന്, ഈ ഭൂമണ്ഡലത്തിലില്ല, പ്രപഞ്ചത്തിലില്ല എന്നാണ് പറഞ്ഞത്. കണ്ടിരിക്കുന്നു. പരമസുഖലാഭത്തിനായിക്കൊണ്ട്, പരമസുഖലാഭം, അവിടെ ദുഃഖമില്ല, പരമസുഖലാഭത്തിനായിക്കൊണ്ട് 12 സ്കന്ധങ്ങളിൽ അടങ്ങിയിരിക്കുന്ന സാരത്തെ ആസ്വദിച്ചുകൊള്ളുക. ഭാഗവത സാരത്തെ ആസ്വദിച്ചുകൊള്ളുക. ഇനി അവസാനത്തെ 106-ാമത്തെ ശ്ലോകം. ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യാശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യഗ്ധികരണാൽ ഫലം ലഭേതേ യഥാർത്ഥ്യാന്ന ഹി ഭുവനേ കിം അപ്യസാധ്യം. ഏതാം യോ നിയതതയാ ശൃണോതി ഭക്ത്യാ യാശ്ചൈനാം കഥയതി ശുദ്ധവൈഷ്ണവാഗ്രേ തൗ സമ്യക് വിധികരണാൽ ഫലം ലഭേതേ യഥാർത്ഥ്യാന്ന ഹി ഭുവനേ കിം അപ്യസാധ്യം. എന്താ പറഞ്ഞത്? ഇതിനെ യാതൊരുവൻ നിയമേന എന്താ നിയമേന? ആസിറ്റീസ് നിയമേന, ഇതൊരു റൂളാണ്, ശാസ്ത്ര ഗ്രന്ഥമാണ്. നിയമേന ഭക്തിപൂർവം ശ്രവിക്കുന്നുവോ, യാതൊരുവൻ ഇതിനെ ശുദ്ധിയോടെ വൈഷ്ണവന്മാരുടെ മുമ്പാകെ കീർത്തിക്കുന്നുവോ. അപ്പോൾ നിങ്ങൾ വൈഷ്ണവന്മാരായി തീരട്ടെ, വൈഷ്ണവന്മാരാണ് എന്നുള്ള ഭാവത്തിലാണ് ഞാൻ പറയണത്. അപ്പോൾ അതിനെന്ത് വേണം? അഹിംസാ പരമോ ധർമ്മ, അഹിംസാ പരമോ ധർമ്മ, അഹിംസാ പരമോ ധർമ്മ. ഹിംസ പാടില്ല ഏത് കാരണവശാലും. അപ്പോൾ വൈഷ്ണവന്മാരുടെ മുമ്പാകെ കീർത്തിക്കുന്നുവോ അവർ രണ്ടുപേരും ചെയ്യേണ്ടതിനെ വിധിപ്രകാരം ചെയ്തവരാകയാൽ പരമഫലത്തെ പ്രാപിക്കും. പരമഫലം എന്താ? മുക്തി. യഥാർത്ഥ തത്വജ്ഞാനം നിമിത്തം, പിന്നെയും പറഞ്ഞു, യഥാർത്ഥ കളങ്കമില്ലാത്തത്, തത്വങ്ങളല്ലാത്തതല്ല, തത്വങ്ങളോട് കൂടിയിട്ടുള്ളത് തന്നെയാണ്. തത്വജ്ഞാനം നിമിത്തം, യഥാർത്ഥ തത്വജ്ഞാനം ഭുവനത്തിൽ സാധിപ്പാൻ കഴിയാത്തത് യാതൊന്നുമില്ല. ഈ തത്വശാസ്ത്രങ്ങളെ കൊണ്ട് സാധിക്കാൻ കഴിയാത്തതായിട്ട് ഒന്നുമില്ല. അതിന് ഉത്തമ ഉദാഹരണം ഞാൻ തന്നെ. എന്നെ ഭഗവാൻ എങ്ങനെ കാത്തു സൂക്ഷിച്ച് ഇന്നേ വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ എന്നെ ഉദാഹരിക്കണം വിനീതനായിട്ട്. ഇവിടെ ഇത് കഴിഞ്ഞു കേട്ടോ. ഇനി നാളെ മുതൽക്ക് 1-ാം സ്കന്ധത്തിൽ 1-ാം അധ്യായം മുതൽക്ക് തുടങ്ങും. ഭഗവാൻ ഇത് കഴിയുന്നത്ര വേഗം നല്ല നിലയിൽ ഈ ഭാഗവത പ്രഭാഷണം സമാപ്തി ചെയ്യാനുള്ള വീറും വാശിയും എനിക്ക് തരണമെന്നും ഇനിയൊന്നും പറയില്ല, കൈകൂപ്പിക്കൊണ്ട് പറയണു. ഇത് ശ്രീ പത്മപുരാണേ ഉത്തരകാണ്ഡേ ശ്രീമദ് ഭാഗവത മാഹാത്മ്യേ ശ്രവണവിധികഥനം നാമ 6ോऽധ്യായഃ സമാപ്തം. ഇദം ഭാഗവത മാഹാത്മ്യം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. ശുഭം ഭൂയാത്. ഭൂമിയിൽ ശുഭം ഉണ്ടാവട്ടെ. നമസ്കാരം.